ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ്. നമ്മുടെ കൊയിലാണ്ടിയിലെ ഭൂമിപൂജയാണ് ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഒരു സെൻറ്റർ നമ്മുടെ കൊയിലാണ്ടിയിൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭൂമിപൂജയുടെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ കാണുവാൻ നമുക്ക് പോവാം. ഭാരതത്തിനെ സ്വർഗമാക്കുന്നതിൽ ഇതാ ഒന്നുകൂടി പങ്കാളിയാവുകയാണ്. കൊയിലാണ്ടി സ്വദേശികൾ എല്ലാവരും ഭാഗ്യശാലികളാണ്. ശാന്തി भगवान हमसे मिलने भाग्यवान भगवान हमसे मिलने आते अपने जैसा हमको बनाने अपने जैसा हमको बनाने मीठी मुरली भाग्यवान भगवान हमसे मिलने आते। अनजान थे अज्ञानी थे फिर भी था हमें बड़ा बीमान पहचान दिया कौन है हम देकर आदि अंध का ज्ञान कर्मों को सुकर्म बनाने कर्मों को सुकर्म बनाने शुभ सोचना हमको सिखाते कितने भाग्यवान भगवान हमसे मिलने आते।
की हाथ परम धाम को छोड़कर बच्चों की खातिर परम धाम को छोड़कर शक्ति सिद्धि लुटाते मधुबन में वो आ गए। ऐसा प्यारा पिता हमारा, ऐसा प्यारा पिता हमारा, गीत गाते कितने भाग्यवान हम भगवान हमसे मिलने आते। प्यार लुटाते शिक्षक बन वो शिक्षा देते सद्गुरु मंत्र देकर मानव से हमें देव बनाते। बनकर बिंदु स्नेह सिंधु की, बनकर बिंदु स्नेह सिंधु की बाहों में हम समाते। कितने भाग्यवान हम भगवान हमसे मिलने आते। कितने भाग्यवान हम भगवान हमसे मिलने आते। अपने जैसा हमको बनाना, अपने जैसा हमको बनाना, मीठी मुरली रोज सुनाती। कितने भाग्यवान हम भगवान हमसे मिलने आते। कितने भाग्यवान हम भगवान हमसे मिलने आते। कितने भाग्यवान हम भगवान हमसे मिलने आते। വിശിഷ്ട തപസ്സികളെ, സദസ്സിലിരിക്കുന്ന തപസ്സി പുരുഷാർത്ഥികളെ, ഇന്ന് നമുക്ക് കേരളത്തിലെ കൊയിലാണ്ടിയിലും ഭഗവാന്റെ ദിവ്യഭവനം വരാനുള്ള ആദ്യപടി ഭൂമിയെ പൂജിക്കുകയാണ് നമ്മളെല്ലാവരും. ഭഗവാൻ പറയും ബനി ബനായി ബൻഡഹി അബി കുച്ച് ബനേക്കാ നാഹി. എല്ലാം നിർമ്മിച്ചു കഴിഞ്ഞതും ഒന്നും നിർമ്മിക്കാനില്ലാത്തതും തനിയെ നിർമ്മിക്കപ്പെടുന്നതുമാണ്. അതാണ് കൊയിലാണ്ടിയിലെ ഇന്നത്തെ പ്രോഗ്രാം. നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറം ശിവബാബ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈശ്വരീയ സേവനം എന്ന് വെച്ചാൽ സത്യുഗ സ്ഥാപന രാമരാവണ യുദ്ധമാണ്. ആ യുദ്ധത്തിൻ്റെ കൊടിയേന്തി 18 വയസ്സായ ഒരു കന്യക എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, പതിറ്റാണ്ടുകൾക്ക് മുന്നേ, ഈ ലോകത്ത് ബ്രഹ്മകുമാരീസിന് അധികാരം അറിയുന്നേക്കാൾ മുൻപ് തപസ്സിൻ്റെ ശക്തിയിൽ ഭഗവാനെ പ്രണയിച്ചുകൊണ്ടിറങ്ങി. ആ തപസ്സി കുമാരിയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും താങ്ങും തണലുമായ നമ്മുടെ ലക്ഷ്മി ബെഞ്ചി. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പെട്ടെന്നാണ് ബെഞ്ചിയോട് പറഞ്ഞ ഉടനെ തന്നെ ബെഞ്ചി ഹാഞ്ചി എന്ന് പറയുകയും കഷ്ടപ്പെട്ട് നിർത്ത ഹൈ റിസ്കിൽ പോലും ഭയങ്കര ട്രാഫിക് ജാമാണ്, രാത്രിയായി, എന്നിട്ടും ബെഞ്ചി എത്തിച്ചേർന്നു. ബെഞ്ചിയുടെ ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് നമുക്കെല്ലാവർക്കും സഹജമായി ഇവിടെ ഒന്നിക്കാൻ കഴിഞ്ഞു. ബെഞ്ചി ഹം സബ് കാ താക്കത്ത്, ഹം സബ് കാ ശക്തി സ്തംഭ്, लक्ष्मी बहन जी आशीर्वाद लेके इस यज्ञ की इधर की चोटी काम को भी पूरा करने के लिए आई गई है. बहन जी को दही दिल से सबकी तरफ
सभी बोलिए ओम शांति। ओम शांति। विश्व कल्याणकारी परमपिता परमात्मा शिव बाबा के प्यारे संतानों, मंच पर उपस्थित हमारे आदरणीय अंसा बहन जी, जो बाप दादा और दादियों के संग से मधुबन भूमि से पधारे हैं, और आदरणीय हमारा शिव सिंह भाई देश का संरक्षक है, और आदरणीय जलजा बहन जो कैलिकट अनेक सेवा केंद्र के इंचार्ज, उनके साथियों के साथ, और हमारा आदरणीय रंगनाथ भाई, अनिल भाई और राधा कृष्ण भाई, बालू भाई, हमारा रेणु भाई, उन सबको बाबा की याद करते हुए, शुभ संकल्प करते हुए आज इस सभा में बाबा के जो बच्चे हैं, कैलिकट के कनेक्शन, बच्चा को माँ बाप वर्षा देते हैं, ऐसे वर्ष പറ്റിയ കുട്ടികൾ ബാബയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് സ്ഥലം നൽകിയിരിക്കുകയാണ്. ബേഞ്ചി ആദ്യം എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവർക്കും ബേഞ്ചി പേരെടുത്ത് പറഞ്ഞത്, ബാക്കി പറഞ്ഞ കാര്യം ഇതാണ്. सब लोग भगवान को बच्चा नहीं बना सकते हैं। कोयलांडी में ऐसे कोटों में कोई, बाबा कहता कोटों में कोई में भी कोई। आज की दुनिया में सब आत्माएं दुख की अशांति है, ऐसी दुख अशांति की जीवन से छुड़ाने की सेवा करना, ये बहुत बड़ी कल्याण की सेवा है। ഓം ശാന്തി. ഇത് ഭഗവാനെ സ്വന്തം പുത്രനാക്കുക, അവകാശിയാക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവനവൻ്റെ കാര്യത്തിന് എല്ലാവരും ചെയ്യാൻ തയ്യാറാവും. എന്നാൽ ഈ വിശ്വത്തിലെ ദുഃഖ അശാന്തി നിറഞ്ഞു നിൽക്കുന്ന ആത്മാക്കളുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ട് സേവ ചെയ്യാൻ തയ്യാറാവുക, അത് കോടികളിൽ ചിലർക്ക് മാത്രം സാധിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. शांति सभी को, जो भी स्टेज पर उपस्थित है, सभा में जो भाई बहने हैं, मेरा प्यार भरा प्रणाम। സ്റ്റേജിലും ഓഡിയൻസിലുള്ളതായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ പ്രണാമം. मैं देख रही हूँ कि सचमुच समय समय की बलिहारी है। ഞാൻ കാണുന്നുണ്ട്, ഇത് ശരിക്കും സമയത്തിനുള്ളതായിരിക്കുന്ന ഒരു സമർപ്പണമാണ്. साथ साथ बाबा का वंडर देख रही हूँ कि कैसे बाबा ने कोई न कोई बच्चों को निमित्त बना के ये कार्य करा रही है। ബാബയുടെ അത്ഭുതം കാണുകയാണ്. എങ്ങനെയാണ് ബാബ ഏതെങ്കിലുമൊക്കെ കുട്ടികളെ നിമിത്തമാക്കിക്കൊണ്ട് തൻ്റെ അത്ഭുതകരമായിരിക്കുന്ന കാര്യം ചെയ്യുന്നത്. जिनको ये संकल्प का बीज बोया, लेकिन साथ साथ वंडर तो उन निमित्त बहनों का है जो प्रैक्टिकल, जो संकल्प था वो प्रैक्टिकल रूप में जल्दी से जल्दी ये प्लान बना दिया. നിമിത്ത ആത്മാക്കളുള്ളിൽ അത്ഭുതമാണ്. ഒപ്പത്തിനൊപ്പം നിമിത്തായിരിക്കുന്ന സഹോദരിമാർ, അവരാണല്ലോ ഈ ഒരു സങ്കല്പത്തിനെ വളരെ വേഗത്തിൽ പ്രാക്ടിക്കലാക്കിയത്. അവർക്കും അതും ഞാൻ കാണുന്നു. बाबा कहता है जो करना है अब कर लो, कल किसने देखा. ബാബ പറയുന്നു, എന്ത് ചെയ്യണോ അതിപ്പോൾ ചെയ്യൂ, നാളെ ആര് കണ്ടു. दादी बार बार हम लोगों को भी सिखाती थी, जो कल करना है वो अब आज कर लो, जो आज करना है वो अब कर लो. ദാദി നമ്മളെ എപ്പോഴും പഠിപ്പിക്കുമായിരുന്നു, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യണം. तो ये हमने प्रैक्टिकल रूप में देखा. ഇത് ഞാൻ പ്രാക്ടിക്കൽ രൂപത്തിൽ കണ്ടതാണ്. सहयोग सभी का इसमें रहता है. एक ने कहा, दूसरे ने माना, जैसे एक उंगली का सहयोग सभी ने दिया. ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ ചെയ്തു. എന്തായാലും എല്ലാവരുടെയും വിരലിൻ്റെ സഹയോഗം ഇതിൽ നീണ്ടിട്ടുണ്ടായിരിക്കും. क्योंकि ये जो मोमेंट है, ये जो समय है,
अगर चला जाता है तो वो वापस नहीं आता कि हम बाद में करेंगे। കാരണം ഈ നിമിഷം ഇത് നമ്മൾ നാളേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇന്ന് എന്താണോ ഈ നിമിഷം നമ്മൾ സഫലമാക്കുന്നതാവും, അല്ലാത്തത് പോവും. हम बार बार कह रहे थे कि बाद में करो, कहते नहीं करना है तो अभी। तो निमित बहन का भी जो दृढ़ संकल्प इसमें रहा, वो मैंने बहुत अच्छा वंडर देखा उस बहन में। നാളെ ചെയ്യാമെന്ന് വിചാരിച്ചൊരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിമിത്ത സഹോദരിയുടെയും അത്ഭുതം കണ്ടു. അത് ഇന്ന് തന്നെ, ഇപ്പം തന്നെ ചെയ്യണം. क्योंकि बाबा भी कह रहा है कि समय बहुत फास्ट रीति से जा रहा है। हमारी घड़ी भी दिखाती है कि समय बहुत फास्ट रीति से जा रहा है, और हमारा संकल्प भी कहता है कि सचमुच समय बहुत फास्ट जा रहा है। കാണുന്നതാണ് ഞാൻ, സമയം എപ്പോഴും വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ബാബയും പറയും സമയം അതിവേഗത്തിൽ പോവുകയാണ്. നമ്മുടെ വാച്ചും കാണിക്കും നമ്മുടെ അടുത്ത് സമയം അതിവേഗത്തിൽ പോവുകയാണ്. അനുഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, സമയം അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. तो समय को कोई रोक नहीं सकता है। अगर कोई शरीर भी छोड़ता है तो हम उनको रोक नहीं पाते हैं। जैसे हमने, और हम हमेशा दादी के साथ जाते तो निश्चिंत रहते हैं कि हमारे साथ कोई बड़ा है। तो लक्ष्मी बहन जी का सुना कि आ रहे तो एकदम हल्की हो गई, निश्चिंत हो गई कि हमारे सामने कोई बड़ा है। ദാദിയുടെ കൂടെ പോകുമ്പോൾ എനിക്ക് എപ്പോഴും നിശ്ചിന്താണ്, എൻ്റെ കൂടെ ഒരു വലിയൊരാളുണ്ട് എന്ന്. ഇന്ന് ലക്ഷ്മി ബേഞ്ചി വരുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ കൂടെ വലിയൊരാളുണ്ടല്ലോ. दिल से थैंक्स लक्ष्मी बहन का भी, और हमारी सब जो बहनें हैं शक्तिवन में आती है, और इस बारी भी हमेशा मैं समझती हूँ ये मेरी फ्रेंड्स हैं। बहुत अच्छा लगा। ബേഞ്ചി പറയണം, ഒപ്പം ലക്ഷ്മി ബേഞ്ചിക്ക് താങ്ക്സ്. ഒപ്പം നമ്മുടെ ഈ സഹോദരിമാർ ശക്തി ഭവനിൽ എപ്പോഴും വരാറുണ്ട്, കാണാറുണ്ട്. ഞാൻ ഇവരെ എൻ്റെ കൂട്ടുകാരായിട്ടാണ് കാണുന്നത്. जयंती दीदी को भी से भी छुट्टी लेके आई तो बोला कि सभी को बहुत बहुत मेरी याद देना। ജയന്തി ബേൻ്റെ അടുത്ത് നിന്നും യാത്ര പറഞ്ഞു വന്നപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്മരണ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജയന്തി ബേൻ നമ്മുടെ അഡീഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അവർ ബേൻ മിലിറ്ററിൻ്റെ വലിയ അവിഭാജ്യമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അതിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാപ്റ്റൻ ശിവസിംഗ് ഭായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സേവനത്തിലുണ്ട്, 2 സേവനത്തിലുണ്ട്. ഭാരതത്തിലെ 2 തരത്തിൽ ഡബിൾ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിൽ നിന്നും നേടിയെടുത്ത രത്നങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ശിവസിംഗ് ഭായി, ഓം ശാന്തി. ओम शांति। केरला को वैसे भी गॉड्स ओन कंट्री कहते हैं, और ये मेरा भी भाग्य है कि केरला में हम बचपन में इधर रहे हैं। अपर KG फर्स्ट स्टैंडर्ड सेकंड स्टैंडर्ड में यहीं पढ़े हैं केरला से। तो केरला में एक ही चीज़ हमने सीखा है, काउंटिंग। उरु रंड मोनो नाल अंज आर इससे ज़्यादा नहीं सीखा। ബായിജി കുട്ടിക്കാലത്ത് കേരളത്തിലാണ് ഉണ്ടായിരുന്നത്. 1 2 3 4 5 10 വരെ ബായി എണ്ണാൻ പഠിച്ചിട്ടുണ്ട്. UP വരെ അവിടെ പഠിച്ചിട്ടുണ്ട്. उससे ज़्यादा नहीं सीखा। तो जब भी केरला आते हैं बहुत खुशी होती है। और विशेष आज का ये जो कार्यक्रम है, ड्रामा में जो भी होता है बहुत एक्यूरेट होता है। और जब ये बात चल रही थी इधर आने की, तो बस लास्ट में से पता चला कि कुछ भूमि पूजन भी है। तो मैंने सोचा भूमि पूजन बहुत जगह आजकल कोई ना कोई नया स्थान होता है, करते हैं, लेकिन मुझे नहीं पता था कि भूमि पूजन आपका इतना विशेष है। विशेष लक्ष्मी दीदी आई हैं, अब मधुबन से हंसा दीदी आई हैं, इतने सारे लोग आए हैं। तो ज़रूर ये जो स्थान है इसकी कुछ विशेषता होगी, और यहाँ आगे बाबा का जो कार्य होने वाला वो विशेष होने वाला है। ബായി പറയാണ്, ഞാൻ കോഴിക്കോട് വരാൻ പ്ലാൻ ചെയ്തപ്പോൾ ഈ ഭൂമി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഭൂമി പൂജയെക്കുറിച്ച് പ്ലാൻ ചെയ്ത സമയത്തും ഭൂമി പൂജ എന്ന് കേട്ടപ്പോൾ പല സ്ഥലങ്ങളിലും ബാബയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതൊരു പൂജ എന്ന് വിചാരിച്ചു. ഇത്രയും വിശേഷമായിട്ടൊരു പ്രോഗ്രാം, അത് ലക്ഷ്മി ബേഞ്ചി വരുന്നു, ഹംസ ബേഞ്ചി വരുന്നു, ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വന്നപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്രയും വിശേഷമായ ഒരു ഭൂമി പൂജ ഉണ്ടെങ്കിൽ ഇത്രയും വിശേഷമായിട്ടൊരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്.
तो जब हम आ रहे थे तो गाड़ी बहुत रोकी और उधर काफ़ी सारे बाबा के झंडे थे, तो हमने सोचा स्थान आ गया है, लेकिन अनिल भाई ने मुझे लोकेशन भेजा था, तो लोकेशन काफ़ी दूर था, तो मैंने सोचा कि अनिल भाई ने लोकेशन गलत भेजा है। ബായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടി കുറച്ച് നേരം നിർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ താലപ്പൊലി റെഡിയാവാൻ. അപ്പൊ ബായി വിചാരിച്ചു അവിടെ നിർത്തിയപ്പോൾ സ്ഥലമായി എന്നാണ്. കുറേ കൊടികൾ ഉണ്ടായിരുന്നു. അനിൽ ഭായി അയച്ച ലൊക്കേഷൻ തെറ്റിപ്പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. तो आप लोग का इतना उमंग उत्साह, कितनी दूर से आपने इतने सारे झंडे लगाए, मैं चल ही रहे, मैं बोला अच्छा अभी लोकेशन सही था, हम ही गलत देख रहे थे। बहुत पहले समझ गए कि स्थान आ गया। फिर भी जब अंदर आ रहे थे तो बहुत ऐसे लगा इतना नैरो स्थान और ऐसा कहाँ हम लोग इतना रिमोट जगह पे जा रहे हैं। तो यहाँ जब आए तो जो सबसे पहली चीज़ देखी, और अनिल भाई ने बताया कि यहाँ जो आपका हाईवे आने वाला है, तो अचानक लगा ये तो एकदम हाईवे से जुड़ा हुआ, तो इस स्थान का तो बहुत बहुत विशेष स्थान है, और मुझे पक्का निश्चय है कि यहाँ जो भी बनेगा और जो भी सेवाएं होंगी बहुत बड़ी बड़ी सेवाएं होंगी। ഈ വഴിക്ക് വരുമ്പോ ഇടവഴിയിലൂടെ വന്നുകൊണ്ടിരുന്നപ്പോ ഇത്ര ഉള്ളിക്ക് എവിടേക്കാ പോകുന്നത് ബാബയുടെ വീടിന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു. പക്ഷെ വന്നെത്തിയപ്പോഴാണ് കാണുന്നത് ഹൈവേയുടെ തൊട്ടാണ് ഈ സ്ഥാനം. അപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിലായി, ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ എന്തോ പ്രത്യേക വിശേഷമായിരിക്കുന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്. ऐसे संगम युग पर बाबा तो कहते ही हैं तन मन धन सब हम सफल करें, और विशेष मुबारक है जो युगल है जिन्होंने इतना सफल किया और इतना बड़ा भाग्य बनाया, और हम सब के लिए प्रेरणा है कि हमारे पास भी जो भी तन मन धन समय शक्ति जो है हम सफल करें, क्योंकि समय बहुत थोड़ा है। ഈ ജോഡികള് ഇവിടെ ഇങ്ങനെ ബാബയുടെ കാര്യത്തിന് വേണ്ടി സഫലമാക്കിയത് എന്തായാലും വളരെ നല്ല കാര്യമാണ്. നമുക്ക് കൂടി പ്രേരണയാണ് നമ്മുടെ കയ്യിലുള്ളതായിട്ടുള്ള സമയം, സങ്കല്പം, സാധനം എന്താണെങ്കിലും സഫലമാക്കാൻ വേണ്ടി. बाबा के नई दुनिया की स्थापना के कार्य में हम लोग सब जो भी सहयोग देते हैं, बहुत थोड़ा थोड़ा सब मिलकर सहयोग देते हैं, धन से भी सहयोग देते हैं, तो हर एक बूंद बूंद से इतना सारा ये कार्य बनता है। तो मैं देखता हूँ कि बाबा का जो स्थापना का कार्य है, और वैसे ही दूसरी तरफ विनाश का कार्य है, तो हम मिलिट्री में हैं, तो अभी हमारी परसों एक बहुत बड़ी मीटिंग थी, डैक बोलते हैं, जिसमें डिफेंस मिनिस्टर उसको चेयर करता है। तो वो एक मीटिंग में 1 घंटे में 84,000 करोड़ रुपया का प्रोजेक्ट सैंक्शन किया। 84,000 करोड़। ബായി പറയുകയാണ്, നോക്ക് നമ്മ വിനാശത്തിന്റെ തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബായി മിലിട്ടറിയിലാണല്ലോ ഉള്ളത്. അപ്പം മിനിഞ്ഞാന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും പറഞ്ഞത് 84,000 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് ഇപ്പം മിലിട്ടറിക്ക് വേണ്ടി ചെയ്യുന്നത്. तो वो कार्य में जब उतना सब तन मन धन लगा रहे हैं, तो बाबा की स्थापना के कार्य में भी हम सब मिलकर सहयोग देकर जो भी कार्य बहुत आसानी से सबके सहयोग से हो जाएगा, और भविष्य में भी बहुत बहुत सेवाएं होगी इस जगह से। आप सबको बहुत बहुत शुभकामनाएं। ओम शांति। അവിടെ എല്ലാവരും നോക്കുക, അവനവൻ്റെ തുള്ളിക്കൊണ്ട് എങ്ങനെയാണ് ആ കാര്യത്തെ നന്നായി ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാബയുടെ ഈ കാര്യവും അത് എല്ലാവരുടെ സഹയോഗത്തോടു കൂടി വളരെ വേഗം തയ്യാറാവും. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഓം ശാന്തി. വാക്ക് അത് നമുക്ക് ശ്രമിക്കാം. രംഗനാഥ് ഭായി സാദരം ക്ഷണിക്കുകയാണ്. ओम शांति। मंच पर आसीन राजयोगिनी ब्रह्मा कुमारी आदरणीय लक्ष्मी बहन जी और राजयोगिनी ब्रह्मा कुमारी आदरणीय हंसा दीदी जी और हमारे सभी भाई बहनें, आज के इस प्रोग्राम में जो इस मंडप इतना अच्छा है, उतना आपका संकल्प भी बहुत बहुत अच्छा है। ഓം ശാന്തി. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഈ മണ്ഡപം എത്ര മനോഹരമാണോ അത്രയും നിങ്ങളുടെ സങ്കല്പങ്ങളും മനോഹരമാണ്. क्योंकि संकल्प के लिए एक उदाहरण रूप से मैं यहाँ देख रहा हूँ कि एक पेड़ी का क्या बोलते हैं मलयालम में, नील पेड़ी का प्लांट लगा है इधर। ये प्लांट एक बीज से आया है, एक बीज से इतना बीज आए हैं। तो आप सभी का एक बीज डाले तो इतना आ जाएगा, इतना बड़ा प्लांट आ जाएगा।
इसलिए जैसे हमसा दीदी ने बताया कि दृढ़ संकल्प जो है ना बहुत काम कर सकता है। जैसे एक प्लांट है, एक बीज से इतना बीज दे रहा है, इसका अर्थ ये है कि जो हम देते हैं ना उसका मल्टीप्लिकेशन में हमको आ जाता है। इसीलिए दृढ़ संकल्प भी रहना और श्रेष्ठ संकल्प भी करना। बोलते हैं भूमि को, तो भूमि को थोड़ा कष्ट पहुंचता है ना, इसलिए हम देवी को बोलना है कि आप कृपया सहन करो, हम कंस्ट्रक्शन कर रहे हैं, उसके बाद हम डबल आपका सेवा करेंगे। इसीलिए ऐसा നമുക്ക് ഭൂമി പൂജ എന്നൊരു പരിപാടി എന്തുകൊണ്ടാണ് വെക്കണമെന്ന് അറിയോ? ഭൂമി പൂജയ്ക്ക് വേണ്ടി നോക്കി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം ഭൂമി പൂജയ്ക്ക് മുന്നേ, ഭൂമി പൂജ കഴിഞ്ഞ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുമല്ലോ, അപ്പം നന്നായിട്ട് കൊത്തി കളയ്ക്കുകയും ഭൂമിയെ വേദനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം പറയുകയാണ് ഭൂമിയുടെ അടുത്ത് ഞങ്ങൾ നന്നായിട്ട് കുറച്ച് വേദനിപ്പിക്കുക, സഹിക്കണം, ക്ഷമിക്കണം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായി സേവ ചെയ്തോളാം എന്ന് പറയുകയാണ്. അതിനാണ് ഭൂമി പൂജ. इसलिए जैसे बाबा कहते हैं ना, आप कुछ भी सेवा नहीं कर सकते हो तो मनसा सेवा तो कर सकते हैं। जो प्रकृति का सेवा मनसा से कर सकते हैं उसको ज़रूर रोज़ करेंगे। ऐसा एक उदाहरण है भूमि पूजन है। ബാബ പറയുമല്ലോ നമ്മുടെ അടുത്ത് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും മനസ്സാ സേവ ചെയ്യാമെന്ന്. അതുപോലെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെയും ഭൂമി പൂജ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സാ സേവ ചെയ്യാണ്. हमको याद है जब जानकी दादी जी चलते थे, इतना हल्के से चलते थे, तो जो चप्पल पहनते थे ना उसका असर भी भूमि पर ना डाले, ऐसा हल्का हल्के से वो चलते थे। ജാനി ദാദി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ദാദിയുടെ शक्ति वर्ग की, तो इसका फल जो है अभी हम उसका अनुभव कर रहे हैं, क्योंकि हमको इतना ताकतवर है। इसलिए हमने बेन जैसे पूछा है, ऐसे छोटा सा प्रोग्राम है, आप आना है। बेन जी ने पहले बोला नहीं हमें तो आने का तबीयत ठीक नहीं है, ऐसे बोली है, लेकिन फिर भी बेन जी को क्योंकि हमारे साथ तो बहुत प्यार है, तो बेन जी ने बोली है ठीक हम सोच के बोलेंगे, तो रात को फ़ोन किया हम आएंगे। इसलिए हमको बहुत खुश हो गई है, क्योंकि जो हमारे साथ उनका शक्ति भरी है वो अभी तक भी ऐसे हमारे से सेवा करा रही है. അതുകൊണ്ട് ബേഞ്ചിയാണ് നമുക്ക് എല്ലാവർക്കും ശക്തി അത്ര തരുന്നത്. ആ ശക്തി കൊണ്ടാണ് നമ്മൾ ഇത്ര പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതേപോലെ ഹംസ ദീദി അവർ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന്. പക്ഷേ ഞങ്ങൾ നിലമ്പൂർ പോയപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ 23-ാം തീയതി തന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ तपस्वी तीनों त्रिमूर्तियाँ शिव सिंह भाई भी आ गई हैं और लक्ष्मी बहन जी भी आ गई हैं और हंसा दीदी भी आ गई, उनके साथ कितना तपस्वियाँ भी आ गई. इसलिए मुझे दिल इतना भर गई है, क्योंकि जल्दी से जल्दी ये കൊയിലാണ്ടി का जो കൊയിലാണ്ടി വീട് ഏതാണതോ വളരെ പെട്ടെന്നേ ആവും. അതുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് ഇത്രയും സുന്ദരമായിരിക്കുന്ന ഒരു ഭവനായി കഴിഞ്ഞാൽ ഇവരെ കൂടെ നമുക്ക് എല്ലാവരെയും വിളിച്ച് ഇത് ഈ ഒരു സുന്ദരമായ ഉദ്ഘാടനം നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് എല്ലാവരും ഇവിടെ വന്ന എല്ലാ തപസ്വികൾക്കും मेरे दिल से सभी को बहुत बहुत धन्यवाद देते हूँ. ओम शांति. भूमि प्रचोदयात् ॐ वसुन्धराय विद्महे भूताधत्राय धीमहि तन्नो भूमि प्रचोदयात्. 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 ॐ वसुन्धराय
प्रचोदयात् नो भूमि प्रचोदयात् ॐ वसुन्धराय विद्महे भूताधत्राय धीमहि तन्नो भूमि प्रचोदयात् ॐ वसुन्धराय विद्महे भूताधत्राय धीमहि तन्नो भूमि प्रचोदयात् ॐ वसुन्धराय विद्महे भूताधत्राय धीमहि तन्नो भूमि प्रचोदयात् പവിത്രമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭൂമി പൂജ നടക്കുന്നവർക്ക് ഉടനെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പവിത്രമായി പവിത്രമായി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഭൂമി പൂജ നടക്കുന്നതിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പവിത്രമായി രാജയോഗി വത്സരൻ ഡോക്ടർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഭൂമി പൂജ നടക്കുന്നിടത്തേക്ക് വരണമെന്ന് സാധനം ക്ഷണിക്കുകയാണ്. സദാനന്ദമായി മധുബായി എല്ലാവരും വരണം. വത്സരൻബായിക്ക് വഴി കൊടുക്കുക. ഇതേ വരുന്നുണ്ട്. വത്സരൻബായി വരുന്നു. വത്സരൻബായിക്ക് വഴി കൊടുക്കണം. മധുബായി സദാനന്ദൻബായി ഉടനെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മധുബായി കുമാർബായി ഉണ്ടെങ്കിൽ ഉടനെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കുമാർബായി സദാനന്ദൻബായി പൂർവർപ്പിച്ചവരെ തിരിച്ച് അവനവൻ്റെ സ്ഥലങ്ങളിൽ പോയി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിരിയാൻ. ഓം ശാന്തി. മറ്റേതുണ്ട് അത് നല്ല പറ്റെങ്കിൽ ഇത് ചെരിച്ചെടുക്കുകയുണ്ട്. ഇതങ്ങനെ എടുക്കേണ്ടത്. ഇത് നേരെയല്ല എടുത്തു. പിന്നെ അത് മതി. നല്ലത് ഞാനേ ഒന്ന് ഇങ്ങോട്ട് കേട്ടോ.
മധുബനിലെ പ്രത്യേക സമ്മാനം രമേശ് ഭായിക്കും അനിതാ സിസ്റ്ററിനും കൊടുത്തിരിക്കുകയാണ്. वैसे जानकी दादी जी 12 बार मुरली पढ़ते थे. हम लोग कितने साल लेट आए तो कितना बार मुरली रोज पढ़ना है और सुनना है. जो बाबा के बच्चे मुरली के तरफ ज़्यादा ध्यान देते हैं, मुरलीधर का प्यार उनको बहुत मिलता है. आप लोगों को देखकर हमको भी लगता है आप लोगों को बाबा के ऊपर, मुरली के ऊपर और यज्ञ सेवा के ऊपर बहुत भावना है, क्योंकि आप सभी को देखते हमको लग रहा है आप लोग भावना जीवी हैं. तो इसलिए हम इस भूमि पूजा के कार्य में आए हैं. हमारा भी सौभाग्य है क्योंकि ड्रामा में हमको भी ये मौका मिला केरला आने का. मैं पहली बार आई हूँ यहाँ कैलीकट. आते ही जलजा बेजी ने हमको यही कहा पहली बार कैलीकट में आए हो, बहुत आदर सहित वेलकम किए और हमको बहुत अच्छा भी लगा. लेकिन इस पूजा में हमको भी बाबा ने ये मौका दिया तो लक्ष्मी बहन जी मुझे लेके आए, तो उनको भी और आप सभी को भी बहुत 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 धन्यवाद. ओम शांति. സാധനം ആ ദിവ്യ കർത്തവ്യം നിർവഹിക്കാനായി ക്ഷണിക്കുകയാണ്. ഓം ശാന്തി. വെള്ളം കിട്ടിയിട്ടേ ഇല്ല. ഓം ശാന്തി. ഇവിടെ ഇന്നത്തെ ഭൂമി പൂജ ഇത്രയും മനോഹരമായി സമ്പന്നമാക്കി തന്ന ബാബ്ദാദയ്ക്ക് ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ലക്ഷ്മി ബഹൻജി വളരെ കാലങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും അത് കോഴിക്കോടിന് വീണ്ടും ഭാഗ്യം കിട്ടിയതുപോലെയാണ്. കാരണം മൈസൂരിൽ ഇത്രയും തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഈ ചടങ്ങ് വളരെ സമ്പന്നമാക്കിയതിന് ലക്ഷ്മി ബഹൻജിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലെയും ഈ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിൽ ഞാൻ सुख मिलता इलाही है, सुख मिलता इलाही है, खुशियों भरा जीवन हर पद में कमाई है, हर पद में कमाई है. और मन विमल हो जाएगा, सब सौंप दो प्यारे प्रभु को. മുമ്പായി ഇന്നെല്ലാവരും എടുത്താൽ ബ്ലോഗിൽ ഇങ്ങനെ കാണാം.
കുറവല്ലേ? യാത്ര ഇടണോ? ഒരുപാട് പണിയുണ്ടായിന്. സൗണ്ട് കുറയ്ക്കും. ശരി എന്നാ.